JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. PSCയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഡിസംബർ 3-ാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയമുണ്ട്. അതിൻ്റെ അകത്ത് ഏജ് ഓവർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ നോട്ടിഫിക്കേഷനും അല്ലാതെ സാധാരണയുള്ള നോട്ടിഫിക്കേഷൻ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. ധാരാളം ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെയുള്ള ക്ലാസ് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായിട്ട് തന്നെ ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ നോട്ടിഫിക്കേഷനാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്, ഏജ് ഓവർ ആയിട്ടുള്ളവർക്ക് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റിയ ഏതൊക്കെ നോട്ടിഫിക്കേഷനാണ് ഉള്ളതെന്ന് നമുക്ക് വ്യക്തമായിട്ട് വിശദമായിട്ട് നമുക്ക് നോക്കാം. ആദ്യം ഗസറ്റ് ഡേറ്റ് 30/10/2025, അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 3/12/2025 ആണ്. കാറ്റഗറി നമ്പർ 417/2025, പാർട്ട് 1 ജനറൽ കാറ്റഗറിയാണ്. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ആണ്, KCMMF ലിമിറ്റഡ് ആണ്. അതിൻ്റെ അകത്ത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2, സ്റ്റെനോ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2, ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ 31,980, 89,460 ആണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് 1 ആണ്. അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 40 ആണ്. OBC-കാർക്ക് 43 വയസ്സ് വരെയും SC/ST-കാർക്ക് 45 വയസ്സ് വരെയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് യോഗ്യത എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ KGTA ഓർ ഇറ്റ്സ് ഇക്വലന്റ്, അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ KGT ഓർ ഇറ്റ്സ് ഇക്വലന്റ്, ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ഹയർ KGT ഓർ ഇറ്റ്സ് ഇക്വലന്റ്, ഷോർട്ട് ഹാൻഡ് മലയാളം ലോവർ KGT ഓർ ഇറ്റ്സ് ഇക്വലന്റ്. കൂടാതെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഡേറ്റ എൻട്രി ഓപ്പറേഷൻ ഓർ ഇക്വലന്റ് ഇഷ്യൂഡ് ബൈ എ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, DCAയോ അതുപോലെ തന്നെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സോ ഒക്കെ പാസ്സായി അല്ലെങ്കിൽ ഇതിന് തത്തുല്യമായ കോഴ്സുകളെല്ലാം ഉള്ളവർക്ക് തന്നെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. ഏജ് ലിമിറ്റ് 18 to 40 ആണ്. ജനറലുകാർക്ക്, OBC-കാർക്ക് 43 വയസ്സ് വരെയും SC/ST-കാർക്ക് 45 വയസ്സ് വരെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. അടുത്തത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്, സ്റ്റേറ്റ് വൈഡ് ആണ്. കാറ്റഗറി നമ്പർ 426/2025 ആണ്. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ്. ഇതിൻ്റെ അകത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിൻ്റെ അകത്ത് സ്കെയിൽ ഓഫ് പേ 55, 200, 115, 300 ആണ് വരുന്നത്. 2 വേക്കൻസീസ് ആണ് ഉള്ളത്. അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 to 45 ആണ്. അതായത് കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 2/1/1980 ആൻഡ് 1/1/2005. Both dates included are eligible to apply for this post. No other age relaxation will be allowed. ഇതിന്റെ യോഗ്യത എന്താണെന്ന് നോക്കാം. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കൺസേൺഡ് സബ്ജക്റ്റ് വാസ് നോട്ട് ലെസ് ദാൻ 45% മാർക്സ് ഫ്രം എനി ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള or a qualification recognized as equivalent thereto in the respective subject by any university in Kerala. First, second one, B.Ed in the concerned subject acquired after a regular course of study from any of the universities in Kerala or a qualification recognized as equivalent thereto by any university in Kerala. അടുത്തത്, in the absence of persons with B.Ed degree in concerned subject, B.Ed degree acquired in the concerned faculty as specified in the acts and statutes of any of the universities in Kerala. അടുത്തത്, in the absence of persons with B.Ed degree as specified in items 1 and 2 above, persons with B.Ed degree in any subject acquired after a regular course of study from any of the universities in Kerala or a qualification recognized as equivalent thereto by any of the universities in Kerala. ഇതിൽ ഏതെങ്കിലും യോഗ്യത ഉണ്ടായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് ഗസറ്റ് ഡേറ്റ് 30/10/2025 ആണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 3/12/2025 ആണ്. ഇതും NCA റിക്രൂട്ട്മെന്റ് ആണ്, സ്പെഷ്യൽ കാറ്റഗറിയാണ്. കാറ്റഗറി നമ്പർ 428/2025 ആണ്. നെയിം ഓഫ് പോസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 55, 200, 115, 300 ആണ്. SIUC നാടാറാണ്. 1 വേക്കൻസി ആണ് ഉള്ളത്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 23 to 39 ആണ്. കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 2/1/1986 ആൻഡ് 1/1/2002. ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂഡ് ആർ എലിജിബിൾ ടു ഫോർ ദിസ് അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്
MSc Clinical Psychology or any other equivalent qualification from a UGC recognized university institute owned by Government of Kerala, National Institute of Government of India, or MA MSc in Psychology or any other equivalent qualification from a recognized university institute owned by Government of Kerala, National Institutes of Government of India. ഇതാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. അടുത്ത നോക്കാം. അടുത്തത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്, ജില്ലാ വൈസ് ആണ്, ഡിസ്ട്രിക്ട് വൈസ് ആണ്. കാറ്റഗറി നമ്പർ 427/2025 ആണ്. ക്ലർക്ക് ആണ് പോസ്റ്റ്. ഡിപ്പാർട്ട്മെന്റ് വേരിയസ് ആണ്. അതിൻ്റെ അകത്ത് സ്കെയിൽ ഓഫ് പേ 26,500, 60,700 ആണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസ് ആണ്. മലപ്പുറം ഒരു വേക്കൻസി ആണുള്ളത്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 41 ആണ്. only candidates born between 2/1/1984 and 1/1/2007. both dates included are eligible to apply for this post. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് പാസ് ഇൻ SSLC or equivalent ആണ്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുക. അടുത്തത് ഇതും NCA റിക്രൂട്ട്മെന്റ് ആണ്, ഡിസ്ട്രിക്ട് വൈസ് ആണ്. കാറ്റഗറി നമ്പർ 430/2025. ഇത് നെയിം ഓഫ് പോസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, ഉറുദു ആണ്. സ്കെയിൽ ഓഫ് പേ 41,300, 87,000 ആണ്. ഡിസ്ട്രിക്ട് വൈസ് ആണ്. അതിൻ്റെ അകത്ത് കാറ്റഗറി നമ്പർ 430/2025 SCC മലപ്പുറം ഓരോ ഒഴിവാണ് ഉള്ളത്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 43 ആണ്. only candidates born between 2/1/1982 and 1/1/2007. both dates included are eligible to apply for this post. അതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ ഉറുദു ആൻഡ് BEd BT LT conferred or recognized by university in Kerala, or a title of Oriental learning in Urdu awarded or recognized by the universities in Kerala. ഇതാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. അതിന്റെ സർട്ടിഫിക്കറ്റ് ഇൻ ലാംഗ്വേജ് ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബൈ ദ കമ്മീഷൻ ഫോർ ഗവൺമെന്റ് എക്സാമിനേഷൻ കേരള. ഇതാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. അടുത്തത് കാറ്റഗറി നമ്പർ 436/2025. ഇതും NCA നോട്ടിഫിക്കേഷൻ ആണ്. ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് അമ്യൂണിറ്റീസ് അസിസ്റ്റന്റ് MLA ഹോസ്പിറ്റൽ ആണ്. അതിൽ സ്കെയിൽ ഓഫ് പേ 24,400, 55,200 ആണ്. നമ്പർ ഓഫ് വേക്കൻസി ഡിസ്ട്രിക്ട് വൈസ് തിരുവനന്തപുരത്ത് ഒരു വേക്കൻസി ആണുള്ളത്. ഫസ്റ്റ് NCA ആണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 39 ആണ്. 2/1/1986, 1/1/2007. both dates included are eligible to apply for this post. യോഗ്യത എന്ന് പറയുന്നത് SSLC or its equivalent ആണ്. കൂടാതെ ഫിസിക്കൽ ഫിറ്റ്നസും ഉണ്ടായിരിക്കണം. അടുത്തത് കാറ്റഗറി നമ്പർ 437/2025 ആണ്. ഇതും NCA നോട്ടിഫിക്കേഷൻ ആണ്. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആണ്. ഇതിന്റെ നെയിം ഓഫ് പോസ്റ്റ് റിസർവ് വാച്ചർ, ഡിപ്പോർട്ട് വാച്ചർ, സർവേ ലാസ്കേഴ്സ്, TV വാച്ചേഴ്സ്, ബംഗ്ലോ വാച്ചർ, ഡിപ്പോർട്ട് ആൻഡ് വാച്ച് സ്റ്റേഷൻ വാച്ചർ, പ്ലാന്റേഷൻ വാച്ചേഴ്സ്, മൈൻ സ്റ്റേഴ്സ്, ടിംബർ സൂപ്പർവൈസേഴ്സ്, ടോപ്പ് വാർഡൻ, താന വാച്ചർ, ഡിസ്പെൻസറി അറ്റൻഡന്റ്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ 23,000, 50,200 ആണ്. ഇതിന്റെ വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ ഒരു വേക്കൻസി ആണ് എറണാകുളം ജില്ലയിൽ SIUC നാടാർടെ ആണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 39 ആണ്. കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 2/1/1986 and 1/1/2007. both dates included only are eligible to apply for this post. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് should have passed standard 7 and should not have acquired graduation. ഇതാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഏജ് ഓവറായ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.